ഹായ് ഓൾ. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു 3 മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളൂ ആ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മോഡലും നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the number of members in 50 households of a village is listed below. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഒരു വില്ലേജിലെ 50 വീടുകളിലുള്ള അംഗങ്ങളുടെ എണ്ണം, മെമ്പേഴ്സിൻ്റെ എണ്ണമാണ് നമുക്കിവിടെ ചുവടെ തന്നിട്ടുള്ളത്. മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഒരു ഡാറ്റ നമുക്ക് കാണുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്നും ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ടേബിളിൽ നമ്മൾ കൊടുക്കേണ്ട ഹെഡിങ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടേബിളാണെന്ന് നമുക്കറിയാം അല്ലേ? ഈ ടേബിളിൽ നമ്മളൊരു ഹെഡിങ് ഉണ്ടാവുമല്ലോ. ഇവിടെ അതെന്താണ് പറയുന്നത്? ഇവിടെ നമുക്ക് മെമ്പേഴ്സാണല്ലേ, നമ്പർ ഓഫ് മെമ്പേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇതൊക്കെ നമ്പർ ഓഫ് മെമ്പേഴ്സാണ്. ഏതൊക്കെ നമ്പേഴ്സാണ് ഇതിലുള്ളത് നമ്മൾ നോക്കണം. 8, 6, 9, 4 അങ്ങനെ നമ്മൾക്ക് മാക്സിമം, മിനിമം 2ഉം അതുപോലെ മാക്സിമം പോയാൽ നമുക്കിതിൽ 13ഉമാണ് കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? യെസ്, 2, 3, 4 അങ്ങനെ നമുക്ക് 13 വരെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഫ്രീക്വൻസി ടേബിൾ ഇവിടെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഫ്രീക്വൻസി ടേബിളിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം എന്ത് വേണം? മെമ്പേഴ്സ് എന്ന് വേണം, പിന്നെ ടാലി, അടുത്തതായിട്ട് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പേഴ്സ് 2 മുതൽ നമ്മൾ അങ്ങ് എഴുതുകയാണ്. 2, 3, 4, 5, 6 അങ്ങനെ 13 വരെ നമ്മൾ എഴുതും. ഇനി ഇതിലുള്ള ടാലിയും നമ്പർ ഓഫ് ഹൗസസുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ബോക്സിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് 2 മെമ്പേഴ്സുള്ള എത്ര ഫാമിലീസിന് എത്ര ഹൗസ് ഹോൾഡ്സ് ഉണ്ട് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് കൗണ്ട് ചെയ്യും അല്ലേ? 2 എത്ര തവണ വരുന്നുണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, 2 മെമ്പേഴ്സുള്ള 5 ഫാമിലീസ് ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ ഒരു ടേബിളിൽ പോയിട്ട് നമ്മൾ എഴുതും. യെസ്, ഇവിടെ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് വരുന്നത് 5 ആണ്. ഇനി നമ്മളിവിടെ ടാലി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 4 ലൈൻസ് നമ്മളിതുപോലെ എഴുതിയിട്ട് ഒരു ലൈൻ 5ാമത്തത് വരുമ്പോൾ നമ്മളിതിനെ ക്രോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇത് 5 ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി അടുത്തത് എത്രയാണ്? 3 മെമ്പേഴ്സുള്ള എത്ര ഹൗസസ് ഉണ്ട് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്ത സമയത്ത് എനിക്ക് 3 മെമ്പേഴ്സുള്ള 11 ഫാമിലീസ് ഉണ്ട് എന്ന് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ആ ടേബിളിൽ പോയിട്ട് 11 എന്ന് നമ്മൾ അവിടെ എഴുതും. ഓക്കെ, ഇവിടെ നമ്മൾ 11 എന്ന് എഴുതും. 3ന് നേരെ 11 വരും. ഇവിടെ ടാലി കൊടുക്കുന്ന സമയത്ത് 4 ലൈൻസ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്ത് ഒന്ന് അതിനെ ക്രോസ് ആയിട്ടിടും. ഇപ്പോൾ അത് 5 ആയി. രണ്ടാമത്തത് എങ്ങനെ വരും? അതും ഇതുപോലെ ഇപ്പോൾ 10 ആയി അല്ലേ? 4 നമ്മൾ സ്ട്രെയിറ്റ് ആയിടുന്നു, ഒന്ന് ക്രോസ് ചെയ്യുന്നു. സോ ഈ 2 നമ്പേഴ്സ് ഇത് നമ്മൾ കാണുന്ന സമയത്ത്, ഇത് 2 കൂട്ടങ്ങളെ കാണുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാം ഇത് 1 5 ആണ്, 2 5 ആണ് അല്ലേ? അപ്പോൾ 5ഉം 5ഉം 10ഉം 1ഉം 11 നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഇനി അതുപോലെ 4 മെമ്പേഴ്സ്, 5 മെമ്പേഴ്സ്, 6, 7 അങ്ങനെ എല്ലാം അത് നമ്മൾ ഇതിൽ നിന്നും കൗണ്ട് ചെയ്തിട്ട് അതുപോലെ, അതായത് നമ്മൾ എന്ത് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്ന ഡാറ്റയിൽ നിന്നും നമ്മൾ എല്ലാ നമ്പേഴ്സും ഇതുപോലെ കൗണ്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഞാനതൊക്കെ കൗണ്ട് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിന് ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് ജസ്റ്റ് 2 മെമ്പേഴ്സ്. ഓക്കെ, ജസ്റ്റ് 2 മെമ്പേഴ്സ് മാത്രമുള്ള എത്ര ഫാമിലീസ് ഉണ്ട്, എത്ര ഹൗസസ് ഉണ്ട്? യെസ്, ഇവിടെ 5 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ? യെസ്, 5 ആണ് വരുന്നത്. അടുത്തത് ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് 4 ഓർ ലെസ്, 4ഓ അതിൽ കുറവോ മെമ്പേഴ്സിൽ എത്ര ഹൗസസ് ഉണ്ട് നോക്കാം.
ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് 4 മെമ്പേഴ്സുള്ള എത്ര ഫാമിലീസിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്? യെസ്, 9 ഉണ്ട് അല്ലേ? അതുപോലെ 9, പിന്നെ 3 മെമ്പേഴ്സുള്ള 11ഉം 2 മെമ്പേഴ്സുള്ള 5ഉം. അപ്പോൾ നമുക്കിത് ആൻസർ കാണുന്ന സമയത്ത് 3 + 11 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 എന്നാണ് അതിന് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 4 ഓർ ലെസ് മെമ്പേഴ്സ് ഉള്ളത് 25 ഹൗസസ് ഉണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഹൗസ് ഹാവ് 10 ഓർ മോർ? യെസ്, 10ഉം അതിൽ കൂടുതൽ മെമ്പേഴ്സുള്ള എത്ര ഹൗസ് ഹോൾഡ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 10 മെമ്പേഴ്സുള്ള ഒന്നാണല്ലേ ഉള്ളത്. യെസ്, ഇനി 11 ആണെങ്കിൽ 11ഉം 12ഉം ഒന്നും ഇവിടെ ഇല്ല അല്ലേ? 11 മെമ്പേഴ്സും 12 മെമ്പേഴ്സും ഒന്നും ഫാമിലീസ് ഇല്ല. പിന്നെ വരുന്നത് 13 മെമ്പേഴ്സാണ്. സോ 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഫാമിലീസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? 2 ഫാമിലീസ് ആണ് ഉള്ളത് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ, ഹൗസ് ഹോൾഡ്സ് ഓഫ് വാട്ട് സൈസ് ഒക്കർ ദ മോസ്റ്റ്? ഏറ്റവും കൂടുതൽ ഹൗസ് ഹോൾഡ്സുകളിൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ ഉള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇവിടെ നമ്മൾ എന്ത് നോക്കും? ഹൗസ് ഹോൾഡ്സ് കൂടുതലായിട്ടുള്ളത് ഏതാണെന്ന് നോക്കും. ഓക്കെ, ഇവിടെ ഹൗസ് ഹോൾഡ്സ് ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള 11 ആണ് അല്ലേ? അത് കൂടുതൽ ഏത് മെമ്പേഴ്സാണ്? 3 മെമ്പേഴ്സാണ്. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 3 എന്നാണ്. ഇനി അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, ദ ഹൈറ്റ്സ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് 45 പീപ്പിൾ ഹു ടുക്ക് പാർട്ട് ഇൻ എ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആർ ഗിവൺ ബിലോ, മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ ഡാറ്റാസ് തന്നിട്ട് അതിന് നമ്മളൊരു ഫ്രീക്വൻസി ടേബിൾ കൊടുക്കാനാണ്. ഇവിടെ നമ്മൾക്ക് എന്തുണ്ട്? യെസ്, ഇൻ്റർവെൽസ് ആയിട്ട് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് ഏത് മോഡലാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അല്ലേ? യെസ്, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവിടെ ഹൈറ്റ്, ടാലി, നമ്പർ എന്നിങ്ങനെ ഒരു ടാബിൾ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ സിമ്പിളാണല്ലേ? യെസ്, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഫിറ്റ്നസ് ടെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ള 45 പീപ്പിളിൻ്റെ ഹൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഹൈറ്റ് നമുക്ക് 140 to 145, 145 to 150. ഇനി നമ്മൾക്ക് എന്ത് കൊടുക്കാം? യെസ്, 150 to 155 അങ്ങനെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് 150 to 155, പിന്നെയോ 155 to 160, 160 to 165, 165 to അങ്ങനെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് 70 കാണുന്നുണ്ട്, പിന്നെയോ 74 കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഏതാണോ കൂടുതൽ വരുന്നത് ആ ഒരു രീതിയിൽ നമ്മളിതിന് ടേബിൾ ഉണ്ടാക്കും. ഓക്കെ, അതായത് ഇതിനെ ഒന്ന് വലിയ ടേബിളാക്കിയിട്ട് മാറ്റുകയാണ് ഇനി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 148 to 145 വരുന്നത് എത്ര സംഖ്യകൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് നമ്മൾ നോക്കൂ അല്ലേ? യെസ്, എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 2 തവണ എന്നാണ്. യെസ്, അപ്പോൾ നമ്മളിവിടെ 2 എന്ന് എഴുതും. ശ്രദ്ധിക്കുക, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 148 to 145 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ 145 എന്ന് പറയുന്ന സംഖ്യനെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതായത് അത് നമ്മൾ ഇങ്ങനെ ക്ലാസ് ആയിട്ട് ഇൻ്റർവെല്ലായിട്ട് നമ്മൾ കൊടുക്കുമല്ലോ, ഇൻ്റർവെല്ലായിട്ട് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റിൽ വരുന്ന ആ ഒരു സംഖ്യനെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതായത് 148 to 145 എന്ന് പറയുന്ന സമയത്ത് 145നെ നമ്മൾ അവിടെയല്ല ഉൾപ്പെടുത്തേണ്ടത്. പകരം എന്താണ്? രണ്ടാമത് നോക്കിയേ, 145 to 150 കണ്ടോ? അവിടെയാണ് നമ്മൾ 145നെ ഉൾപ്പെടുത്തേണ്ടത്. പക്ഷേ അവിടെ 150 വരുന്ന സമയത്ത് അതിനെ ഉൾപ്പെടുത്തേണ്ട. പകരം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ 150 to 155 എന്ന് കൊടുക്കൂലേ? അവിടെയാണ് നമ്മളത് ഉൾപ്പെടുത്തേണ്ടത്. പക്ഷേ 155 അവിടെ ഉൾപ്പെടുത്തൂല. തൊട്ട് താഴെയുള്ള 155 to 160 എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളത് കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നമുക്ക് 2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 145നെ നിങ്ങൾ അടുത്തതിലേക്കാണ് കൂട്ടേണ്ടത്. ഇനി 145 to 150 എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ 145നെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഓക്കെ, അവിടെ നമ്മൾ 150 അല്ലാത്ത 149 ഉൾപ്പെടുന്ന സംഖ്യകൾ, 149 വരെയുള്ള എല്ലാ സംഖ്യനെയും നമ്മൾ എടുക്കണം. 148.2 ഉണ്ട്, പിന്നെയോ യെസ് 148 വരുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. പിന്നെ ഏതാ വരുന്നത്?
യെസ്, അത്രയേ ഉള്ളൂ. സോ നമുക്ക് 3 എന്നിവിടെ കിട്ടും. 145 ടു 150 എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 3 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ടാലി കൊടുക്കണം കേട്ടോ. ആദ്യത്തെ ടാലി 2 ആയിരുന്നു. സോ 2 എന്ന് കൊടുക്കും. രണ്ടാമത്തേത് 3 എന്നാണ്. നമ്മളിങ്ങനെ 3 കൊടുക്കും. അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതാ ഞാൻ വരച്ചിട്ടുള്ള ടേബിളാണിത്. 150 ടു 155, വീണ്ടും നമുക്ക് 3 വരുന്നു. 155 ടു 160 ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് 5 എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ്റർവെൽസ് ആയിട്ട് തരുന്ന സമയത്തൊക്കെ ക്ലാസ് ആയിട്ടൊക്കെ തരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ, സെറ്റല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്, അതായത് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ദ ടേബിൾ ഷോസ് ദ ടൈംസ് 30 ചിൽഡ്രൻ ടു കംപ്ലീറ്റ് എ ലോങ് ഡിസ്റ്റൻസ് റേസ്. ഡ്രോ എ ഹിസ്റ്റോഗ്രാം ഓഫ് ദിസ്. ഒരു റേസിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളുടെ ഡാറ്റയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ ഹിസ്റ്റോഗ്രാം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഹിസ്റ്റോഗ്രാം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് വേണം? യെസ്, ഇതുപോലെ എക്സും വൈയും ഒക്കെ വരുന്ന ഒരു ആക്സിസ്, നമ്മളിതിന് എക്സ് വൈ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ 2 ലൈൻസ് നിങ്ങൾ വരച്ചു കൊടുക്കും. ഓക്കെ, ഇത് വരച്ച് നല്ല വൃത്തിക്ക് വരയ്ക്കണേ. ഇത് വരച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്നും കഴിയുന്നില്ല. ഇവിടെ നമ്മൾ ടൈം എന്ന് കൊടുക്കണം. സോ നമുക്കിവിടെ ടൈം ആയതുകൊണ്ട് ഇവിടെ ഞാൻ ടൈം എന്ന് കൊടുത്തു. ഇനിയോ സൈഡിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്, അതും കൊടുക്കും. നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് കൊടുത്തു കേട്ടോ. ഇതൊക്കെ നല്ല വൃത്തിയിൽ എഴുതണേ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ ഇത് 0 എന്ന പോയിൻ്റാണ് കേട്ടോ. ഇത് 0 എന്ന പോയിൻ്റാണ്. ഓക്കെ, ആ 0 എന്ന പോയിൻ്റ് നിങ്ങളിവിടെ 0 എന്ന് ഇട്ട് കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾ ഈ ഒരു പോയിൻ്റ് 0 ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ നിന്ന് യൂസ് ആക്കാൻ പാടുള്ളൂ. ബാക്കി എന്ത് ചെയ്യണം? ഇതിൻ്റെ തൊട്ടടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ നമുക്കിവിടെ 10, 13, 16, 19, 22 അങ്ങനെയാണല്ലോ പോകുന്നത്. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? 10ൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. 10, ഇനി 3 കൂട്ടിയിട്ട് പോയാൽ മതി. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്കെയിൽ എടുത്തിട്ട് ഓരോന്നും നമ്മൾ പോയിൻറ്റ്സ് ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കാം. 10, 13, 16, 19, 22 അങ്ങനെ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ നല്ല സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, യെസ്, അപ്പോൾ ഞാനിതിവിടെ എഴുതിയിട്ടുണ്ട് 10, 13, 16, 19, 22, 25 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഓരോ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ, മിക്കവാറും നിങ്ങൾക്ക് 1 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കില്ല എളുപ്പത്തിൽ കഴിയുന്നത്. ആ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ തന്നെ ഓരോന്നും കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന ഭാഗത്ത് 3, 5, 12. ഇതിൽ ഏറ്റവും മാക്സിമം നമ്പർ 12 ആണ്. മിനിമം നമ്പർ എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ നമുക്ക് 2, 4, 6 അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 1 മുതൽ 12 വരെ എഴുതാമെന്ന് വിചാരിക്കാം. 1, 2, 3 അങ്ങനെ എഴുതുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് കേട്ടോ. ഇനി ചെറിയ സംഖ്യകളാണല്ലോ, അതായത് നമുക്ക് വലിയ ദൂരമൊന്നും കാണുന്നില്ല സംഖ്യകളിൽ. അപ്പോൾ നമുക്ക് അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊക്കെ വൃത്തിയിൽ എഴുതുക കേട്ടോ. ഞാൻ ഈ ഒരു സ്ലൈഡിനുള്ളിൽ തന്നെ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതിയതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 to 13 എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് അല്ലേ. 10 to 13 എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് എത്രയാണ് വരുന്നത്? യെസ്, 3 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 3യിൽ നിന്നും ചെറിയൊരു ഡോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾക്കൊന്നും അല്ല, നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ഒരു ഭാഗം അവിടെ അങ്ങനെ ഡോട്ടിട്ട് വെച്ചതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് 3 എന്ന ഭാഗം കിട്ടി. ഇനി നിങ്ങൾക്ക് ഈ ഡോട്ട്സ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാട്ടോ. ഓക്കെ, എനിക്കിതിവിടെ അത് മായ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് പറ്റാത്തതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. ഇനി 13 to 16 എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഇത് എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 5ൽ നിന്നും ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എറേസർ വെച്ച് മായ്ക്കാൻ പറ്റുന്ന ഡോട്ട്സ് ആയിരിക്കും. സോ ഇവിടെ മുതൽ ഇവിടം വരെ എന്ന് പറയുന്ന ഭാഗം ഇത്രയും വരും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കൊടുക്കാം. സോ 13 to 16 5 ആണ്. ഇനി ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മായ്ച്ച് കളയാട്ടോ. ഓക്കെ, ഇനി 16 to 19 എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എത്രയാണ് വരുന്നത്? 12 വരും. സോ എനിക്കിവിടെ ഇത്രയും ഭാഗമാണ് 12 വരുന്നത്. ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ സ്കെയിൽ വെക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിനിങ്ങനെ വരച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല വൃത്തിയിൽ അതും കിട്ടും. ഇനി 19 to 22 എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെയാണ് 8 വരുന്നത്.
ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു 22 നമ്മൾ വരച്ചു കൊടുക്കുന്നു. അടുത്തത് 22 to 25 ആണ്. ഓക്കെ, എനിക്കിവിടെ 23 എങ്ങനെയോ വന്നിട്ടുണ്ട് കേട്ടോ. സോറി, ഇതിവിടെ 22 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 25 ആണ് വരുന്നത്. ഇതില്ല കേട്ടോ ഇവിടെ. ഓക്കെ, അവിടെ നമ്മൾ കൊടുക്കേണ്ടത് 28 നമുക്ക് കൊടുക്കാം, പക്ഷെ നമുക്കതിന് ആവശ്യമില്ലല്ലോ. 3 ആണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് പോകുന്നത്. അതായത് 10 കഴിഞ്ഞാൽ പിന്നെ 3 കൂടുന്നു, 3 കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അങ്ങനെ കൂടിക്കൂടി പോകുന്നത് എത്രയാണ്? 3 ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എഴുതണം കേട്ടോ. ഓക്കെ, എൻ്റെ അടുത്ത് ഒരു നമ്പർ ഒന്ന് മാറിപ്പോയിന്ന് മാത്രം. 22 to 25 വരുന്നത് 2 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2-ൽ നിന്നും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു. സോ 22. ഓക്കെ, 22 to 25 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ തന്നെ വരയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് മാക്സിമം നമുക്ക് 4 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും കൂടെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സ്ലൈഡിലേക്ക് മാറ്റിയപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.